റിപ്പോർട്ടർ ബ്രേക്ക് ദ ചെയിൻ പദ്ധതി ക്രമക്കേടിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട്. ചെലവുകളുടെ പൂർണ്ണ ബില്ലുകളോ രേഖകളോ ഹാജരാക്കിയിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വഴി അല്ല നടത്തിയത്. പദ്ധതി നടപ്പിലാക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തിയ സർക്കാർ ഉത്തരവുകൾ നിലവിലില്ല. സാനിറ്റൈസർ, മാസ്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി സർക്കാർ അനുമതി ഇല്ലാതെ 33 ലക്ഷം വകുപ്പുകൾക്ക് മുൻകൂറായി നൽകിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. റിപ്പോർട്ട് തള്ളി അഷീൽ രംഗത്തെത്തി. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, കൃത്യമായ വൗച്ചറുകളോ രേഖകളോ ഇല്ല, പലതും എഴുതി ചേർത്ത വൗച്ചറുകളാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ താനൊരു വിശദീകരണം നൽകിയെന്നാണ് ഡോക്ടർ അഷീൽ പറയുന്നത്. മാധു, കോവിഡ് മഹാമാരി കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിനായാണ് ഈ സാമൂഹ്യ സുരക്ഷാ മിഷൻ വിവിധ പദ്ധതികൾ, അത് ബ്രേക്ക് ദ ചെയിൻ എന്ന പേരിൽ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. പക്ഷേ ആ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ അഡ്വക്കേറ്റ് ജനറൽ നടത്തിയ പരിശോധനയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതോടെയാണ് ധനകാര്യ വിഭാഗം പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. ഏകദേശം 4.8 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവാക്കിയത്. പക്ഷേ ഈ പണം വിനിയോഗിച്ചത് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വഴിയല്ല, പല ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ പണം വിനിയോഗിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ബില്ലുകളോ വൗച്ചറുകളോ ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, സ്പോൺസർഷിപ്പ് വഴി ലഭിച്ച ഈ പണം അത് പ്രത്യേക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ഈ ക്രമക്കേടുകൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും പറയുന്നത്. അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡോക്ടർ അഷീലിനെതിരെയാണ് ധനകാര്യ വിഭാഗം ഇപ്പോൾ ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ഈ വിശദമായ ഓഡിറ്റ് വീണ്ടും നടത്തണമെന്നുമുള്ള ശുപാർശ കൂടിയാണ് ധനകാര്യ വിഭാഗം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കണ്ടെത്തലുകൾ പൂർണ്ണമായും തള്ളുകയാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വിശദമായ ഒരു കത്ത്, അതായത് തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് മുഹമ്മദ് അഷീൽ നൽകിയിട്ടുണ്ട്. ഈ വിശദീകരണം നൽകുമ്പോഴും വൗച്ചറുകളും രേഖകളും കൃത്യമാകണമല്ലോ. സർക്കാർ അനുമതിയില്ലാതെ പണം നൽകിയെന്ന അടക്കമുള്ള കാര്യങ്ങൾക്കാണ് വിശദീകരണം വേണ്ടത്. പക്ഷെ അപ്പോഴും ഈ വൗച്ചറുകളും രേഖകളും അടക്കം കൃത്യമാകണമല്ലോ. മാധു, തീർച്ചയായും. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത്. 2023 ഈ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയത്. അതിനുശേഷമാണ് ഈ 2026 ഈ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കണ്ടെത്തലുകൾ ഗുരുതരമാണ്. വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ മുഹമ്മദ് അഷീലിനോട് വിശദീകരണം തേടിയെങ്കിലും ആ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പല ബില്ലുകളും കൃത്യമായി തന്നിട്ടില്ല, വൗച്ചറുകൾ ഹാജരാക്കിയിട്ടില്ല. ഈ സ്പോൺസർഷിപ്പ് വഴി ലഭിച്ച തുക എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖപ്പെടുത്തലില്ല. അങ്ങനെ നിരവധി കണ്ടെത്തലുകളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. മാത്രമല്ല, ഈ പദ്ധതി നടത്തിപ്പിനായി ഈ സാമൂഹ്യ സുരക്ഷാ മിഷൻ ആസ്ഥാനത്ത് ഒരു കോൺഫറൻസ് റൂം സജ്ജീകരിച്ചിരുന്നു. അതിനായി 19 ലക്ഷം രൂപയാണ് ഈ ചെലവായി കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വളരെ കുറച്ച് ചെലവുകൾ മാത്രമാണ് ആ കോൺഫറൻസ് റൂമിന് ചെലവായത്. അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളായിരുന്നു. ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയതിന്റെ പേരിൽ 19 ലക്ഷം രൂപയുടെ ബില്ല് കാണിച്ചു എന്നുള്ള കണ്ടെത്തലുകൾ ഈ പ്രധാനമായും ഇതിലുണ്ട്. അത്തരത്തിൽ ആരോപണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. സാനിറ്റൈസർ, മാസ്ക് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വേണ്ടി 33 ലക്ഷം രൂപ വകുപ്പുകൾക്ക് അനുമതിയില്ലാതെ കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങളും രേഖകളും ഡോക്യുമെന്റുകളും വൗച്ചറുകളും അടക്കം പലതും കൈ അക്ഷരത്തിൽ എഴുതിയതാണ്, അത് ഔദ്യോഗികമല്ല തുടങ്ങിയ ആരോപണങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ തന്റെ ഭാഗം ന്യായീകരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ വിവരിക്കുകയും ചെയ്യുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.